ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് ടെസ്റ്റി കിച്ചൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി ദോശയുടെ റെസിപ്പി കേട്ടോ. നമ്മൾ ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി ദോശകൾ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതേപോലൊരു ദോശ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു തവണയെങ്കിലും ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഈ ദോശ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ റെസിപ്പി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേയും കൂടി നമ്മുടെ ഈ റെസിപ്പി ഒന്ന് ഷെയർ കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു 10 കുഞ്ഞുള്ളിയുടെ അടുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വലിയതായതുകൊണ്ടാണ് കുഞ്ഞുള്ളി 10 എണ്ണം എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ചെറുതാണെങ്കിൽ ഒരു 15-16 വരെ നമുക്ക് എടുക്കാം. ഇനിയിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസിലെ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടാലും മതിയാവും. പക്ഷേ കുഞ്ഞുള്ളി ആയിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ്. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയൊരു തുടം നമ്മുടെ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള മുളകാണ്. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന വറ്റൽമുളകാണ്, നല്ല എരിവുള്ള വറ്റൽമുളകാണ്. അതുകൊണ്ട് തന്നെ ഒരു 6-7 എണ്ണം വരെ എടുത്താൽ മതിയാവും. അപ്പോൾ എരിവ് നോക്കിയിട്ട് വേണം മുളക് ചേർത്ത് കൊടുക്കാനായിട്ട്. കൂടെ തന്നെ ഇതിനകത്തേക്ക് ഒരു 2 ചെറിയ തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതിയാവും. അല്ല ചെറുതാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ 2 എണ്ണം നമുക്കെടുക്കാം. ഇതിലേക്ക് ഞാനൊരു ചെറിയൊരു കഷ്ണം നമ്മുടെ പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളിക്ക് പുളി കുറവായിരുന്നുകൊണ്ടാണ് ഞാൻ ചെറിയൊരു കഷ്ണം പുളി എടുത്തത്. തക്കാളി പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പുളി ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ചെറിയ ജീരകമാണ്, പെരുംജീരകമല്ല, 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും. അതേപോലെ തന്നെ നമ്മുടെ ഈ മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കലാണ്. അപ്പോൾ അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ശരിക്കും നല്ലതുപോലെ തന്നെ അരഞ്ഞും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ അരപ്പ് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് കടുകും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഉഴുന്നും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നില്ല, മറിച്ച് കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പും കൂടി ഇതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് നല്ലതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഗ്യാസ് ഫുൾ ഫ്ലെയിമിലൊന്നും വെക്കരുത്, ഒരു മീഡിയത്തിൽ തന്നെ വെച്ചാൽ മതി. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ ആണെങ്കിലും നല്ലതുപോലെ തന്നെ വെന്ത് ശരിക്കും ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിൻ്റെ തീ ചൂടൊന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മിക്സിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. മിക്സിയുടെ ജാറിലിട്ട് എല്ലാം കൂടി ഒന്ന് കറക്കി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മുടെ അരപ്പ് അവിടെ നിന്ന് ചൂടാകുന്ന സമയത്ത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ദോശ ചുട്ടെടുക്കലാണ്. നമ്മുടെ ഈ ദോശമാവെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾ ചുട്ടെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ചൂടായ പാനിലേക്ക് നമ്മുടെ ദോശ ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ചൂടായ ദോശക്കല്ലിലേക്ക് ഒഴിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിങ്ങ് റെഡിയായിട്ട് വരും. അപ്പോൾ ഒന്ന് പകുതി വെന്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ മിക്സിയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ വീതം വെച്ച് ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ദോശയുടെ എല്ലാ ഭാഗത്തേക്കും എത്തണം, അതുവരെ ഒന്ന് പരത്തി കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ഈ മിക്സും നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ എണ്ണയും കൂടി നമ്മളങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ 2 വശം ഒന്ന് മടക്കി നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശയുടെ കൂടെയാണെങ്കിലും ചെറിയൊരു എരിവും അതേപോലെ തന്നെ തക്കാളിയുടെ ചെറിയൊരു പുളിയും കൂടിയൊക്കെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ സാധാരണ ദോശ കഴിക്കുന്നതിനേക്കാളും 2 ഇരട്ടി ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഇതേപോലെ ഒന്ന് കഴിക്കുകയാണെങ്കിൽ. മുട്ടയൊക്കെ കഴിക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. അല്ല ഇനി മുട്ടയൊക്കെ കഴിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു ടൈപ്പും കൂടി ദോശ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചൂടായ പാനിലേക്ക് നമ്മൾ 2 തവി ദോശമാവ് വീണ്ടും ഒഴിച്ച് കൊടുക്കുവാണ്. അതിനുശേഷം നല്ലതുപോലെ തന്നെ നമ്മൾ നേരത്തെ പരത്തിയെടുത്ത പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കുക. ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ മേലിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ മിക്സ് ചേർക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ദോശയുടെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നന്നായിട്ട് എരിവും പുളിയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തുള്ളൂ. അത് നമ്മുടെ മിക്സും കൂടി ഒന്ന് പതുക്കെ റെഡിയായിട്ട് വരുമ്പോൾ ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു മുട്ട ഇതേപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ആ മുട്ടയുടെ മഞ്ഞക്കുരു ഒക്കെ ഒന്ന് ഉടച്ച് എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ദോശയുടെ എല്ലാ ഭാഗത്തേക്കും നമുക്കൊന്ന് എത്തിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയായിട്ട് നമുക്ക് കിട്ടും. മുട്ട കഴിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. മുട്ടയുടെ ഒരു വശമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ കരിയാതെ 2 വശം നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. നല്ല മുരുമുരാന്ന് എന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയും കൂടിയാണ്. അപ്പോൾ നല്ല ചൂടോട് കൂടി വേണം കേട്ടോ കഴിക്കാനായിട്ട്. തണുത്ത് പോയി കഴിച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നമ്മുടെ ദോശയ്ക്ക്.
ഇത് 2 വശം റെഡിയായി കഴിഞ്ഞപ്പോൾ നമ്മളിതങ്ങ് എടുത്ത് മാറ്റി വയ്ക്കുവാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ദോശയും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുട്ട ചേർത്തോ ചേർക്കാതെയോ നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ദോശമാവ് കൊണ്ട് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻസ് ഒക്കെ ആണെങ്കിലും മറക്കാതെ തന്നെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റിൽ ഇതേപോലുള്ള വേറെയും ഒരുപാട് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ബൈ.